ഞാൻ KSRTC ബസ്സിന് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയും അതുമൂലം എന്നെ കൊല്ലം MVD ഓഫീസിലേക്ക് വിളിപ്പിച്ച് വിശദീകരണം തേടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഒരു അവബോധത്തിന് വേണ്ടി IDTRൻ്റെ ഒരു ദിവസത്തെ ബോധവൽക്കരണ ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്നെ ഇവിടുന്ന് അയക്കുകയും ആ ഒരു ദിവസത്തെ ക്ലാസ് ഞാൻ വളരെ ഭംഗിയായി പങ്കെടുത്ത് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടി തിരികെ ഞാൻ MVD ഓഫീസിൽ എത്തി നിൽക്കുകയാണ്. ഒരു ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഞാൻ പുതിയതായി നേടിയ ഒരുപാട് അറിവുകളുടെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പുതിയ ലേണേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ ലൈസൻസ് നമുക്ക് സ്വന്തം ആയി കിട്ടുന്നതിന് മുൻപ് ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ IDTRൻ്റെ ഒരു ദിവസത്തെ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ പഠിച്ചു വെച്ച നിയമങ്ങൾക്കും കേട്ട നിയമങ്ങൾക്കൊക്കെ ഉപരിയായി ഒരുപാട് കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങളും നമുക്കറിയാം എന്ന് ധരിച്ച കാര്യങ്ങളുടെ ശരിയായ വിവരണങ്ങളും ഈ ഒരു ദിവസത്തെ ക്ലാസ് മൂലം നമുക്ക് ലഭിക്കും. അതുപോലെ ലൈസൻസ് കൈവശമുള്ളവർ, അത് എത്ര പഴക്കമുള്ള ലൈസൻസ് ആണെങ്കിലും, നമ്മൾ എത്ര തവണ വാഹനം ഓടിച്ചിട്ടുള്ളവരാണെങ്കിലും, ഒരു ദിവസം നമ്മൾ ഈ ക്ലാസ്സിന് പങ്കെടുത്തിട്ട് വന്നാൽ ഒരു പുതിയ മനുഷ്യനായി നമുക്ക് നമ്മുടെ റോഡിൽ വളരെ ഭംഗിയോടുകൂടി സുരക്ഷിതമായി വാഹനം ഓടിക്കാനും നമ്മുടെ നിയമങ്ങൾക്കും ഒക്കെ ഉപരിയായി റോഡിലുണ്ടാവുന്ന അപകടങ്ങൾ, സംഘർഷങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഈ ക്ലാസ്സിന് ശേഷം നമുക്കൊരു ഏകദേശം നല്ലൊരു ശതമാനം ഒഴിവാക്കാൻ കഴിയും. കാരണം നിയമങ്ങളും ചട്ടങ്ങൾക്കും ഉപരിയായി ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ഓടിക്കണം എന്നതിലപ്പുറം എങ്ങനെയൊക്കെ ഓടിക്കരുത് എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ബോധത്തോടു കൂടി മാത്രമായിരിക്കും നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും ലൈസൻസ് ഉള്ളവരും ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഒരു ദിവസമെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്താണ് റോഡെന്നും എന്താണ് വാഹനമെന്നും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു വാഹനവുമായി റോഡിലിറങ്ങാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്.